ഷോപ്പ് നോക്കാൻ പോയതാ, വെള്ളമായിരുന്നു, ഫുള്ള് വെള്ളം കയറിയായിരുന്നു. ഈ വീടിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചിട്ടിരിക്കുകയാണ്. വന്നു സഹകരിച്ച്. എത്ര മണിയോടെ ഇത്രയും വെള്ളം കയറി? എത്ര മണിയോടാന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. വെളുപ്പിന് 5 മണിയൊക്കെ ആയപ്പോഴാ ഇതുപോലെ വിളിച്ചു പറഞ്ഞത്, ഇതുപോലെ ചെറുതായിട്ട് വെള്ളം കയറി. അപ്പം ഞാൻ ഓഫീസ് സ്റ്റാഫാണ്. അപ്പോൾ വെള്ളം ഞങ്ങൾ ഇട്ടിപ്പാറയാ ഷോപ്പ്, പുതുശ്ശേരിമല പാണ്ഡ്യംപാറ. അവിടെ പുതുശ്ശേരിമലയൊന്നും വെള്ളം കയറിയിട്ടില്ല. ഈ ഭാഗത്തായിട്ട് ഇല്ല. ഞങ്ങൾ ഇവിടെ കുടുങ്ങി കിടക്കുമായിരുന്നു, അപ്പുറത്തെ മാമുക്ക് ജംഗ്ഷനിൽ കുടുങ്ങി കിടക്കുമായിരുന്നു. സേതു, ഈ പലയിടങ്ങളിൽ നിന്നും ആളുകളെ പുറത്ത് എത്തിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ കുടുങ്ങി കിടക്കും. അവിടെ ഇപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയത്. അപ്പോൾ പല വീടുകളിലും നശിച്ചു. ഇപ്പോൾ ഞാൻ ശേഷമാണ് ഇവിടെ ഒരു വീട്ടിൽ 2 പേര് കുടുങ്ങിയിട്ട് വേണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അവിടെയും ഇപ്പോൾ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക പല ഭാഗത്തു നിന്നായി. അപ്പുറത്തെ ഭാഗത്തെ സ്ഥിതി എന്താ? അപ്പുറത്തെ ഇതേപോലെ ബസ് സ്റ്റാൻഡിലൊക്കെ ഫുൾ വെള്ളമാണ്. വണ്ടികളൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞിരിക്കുക. അവിടെ കൂടുതൽ ആളുകളുണ്ടോ? ആളുകളുണ്ട്, പക്ഷെ അവരിപ്പോ ഫസ്റ്റ് ഫ്ലോർ വരെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അവരാരും പറഞ്ഞാൽ ഇറങ്ങി വരുന്നില്ല. അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ നിലവിലില്ല. വയ്യാത്തവനെയൊക്കെ ഷുഗറായിട്ട് ഇറക്കാൻ വയ്യാത്തവനെയൊക്കെ ഇറക്കിക്കൊണ്ടു. നിലവിൽ ആളുകൾ ഉള്ളവര് മേലെ നിലയിൽ നിൽക്കുക. വരാനുണ്ട്, പക്ഷെ അവര് വരുന്നില്ല. പറഞ്ഞത് മനസ്സിലാവുന്നില്ല. പറയുന്നുണ്ട്. ഇല്ല, ഇപ്പൊ വെള്ളം കയറില്ല എന്നില്ല. അപ്പൊ ഫസ്റ്റ് ഫ്ലോർ നിൽക്കുക. ഗ്രൗണ്ട് ഫ്ലോർ വെള്ളമാണെങ്കിലും മേലെ സേഫ് ആണ് വേണ്ടി നിൽക്കുക. ഇരുനില വീടുകൾ. സേതു, അതായത് പലയിടങ്ങളിലും ആളുകൾ വീടിന്റെ 2ാം നിലയിൽ കയറി സുരക്ഷിതമായിട്ട് തന്നെയാണ് മാറി നിൽക്കുന്നതെങ്കിൽ പോലും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്, അല്ലെങ്കിൽ ഫയർഫോഴ്സ് സംഘം റെസ്ക്യൂ ടീം പറയുന്നത്